ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മൾ നേരത്തെ നീച്ച് ഫ്രഷ് ആയിട്ട് ഇറങ്ങാനുള്ള പരിപാടിയാണ്. നമുക്കിന്നൊരു ഇഫ്താറുണ്ട്. ഇഫ്താർ എന്ന് വെച്ചാൽ നമ്മൾ ഇർസ ഫൗണ്ടേഷൻ നടത്തുന്ന 30 കിലോമീറ്ററോളം ഇവിടുന്ന് പോയിട്ടുള്ള ഒരു ഗ്രാമത്തിലാണ് ഈ ഇഫ്താർ ഉള്ളത്. 400ഓളം പേർക്കാണ് പരിപാടി ഉള്ളത്. അപ്പോൾ നമ്മളെ വണ്ടി കണ്ടില്ല നിങ്ങൾ, ഏതാ രസം. നമ്മൾ ഇറങ്ങാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ നമ്മളെ കൂടെ ഉള്ളവർ അവരുടെ കാറിൽ സാധനങ്ങളൊക്കെ ഫുൾ സെറ്റാക്കി നമ്മൾ ഓട്ടോറിക്ഷയിലുമായിട്ട് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരൊരു സ്കൂൾ നടത്തുന്നുണ്ട്. അപ്പോൾ പോണ വഴിക്ക് ആ സ്കൂളൊക്കെ കയറിയിട്ടാണ് നമ്മൾ പോവുക. പോണ വഴിക്കുള്ള ഒരു കാഴ്ചയാണ് വെള്ളക്കെട്ട്. എന്താ രസം, അടിപൊളി. അങ്ങനെ നമ്മളിതാ സ്കൂളിലേക്ക് എത്തിക്കഴിഞ്ഞു. അവിടെ നമ്മൾ വെൽക്കം ചെയ്യാൻ അവിടുത്തെ സാറുമാരും നാട്ടിലെ പ്രവർത്തകരും എല്ലാവരും ഉണ്ട്. സ്കൂളിൻ്റെ ഉൾവശമാണിത്. നമ്മളവിടെ എത്തുമ്പോൾ കുട്ടികളൊക്കെ എക്സാം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മളെ കണ്ട പാടനെ എണീച്ച് നിൽക്കലും ഭയങ്കര റെസ്പെക്റ്റ്, നമ്മളോട് കാണുമ്പോൾ ഭയങ്കര സന്തോഷം. ഏകദേശം 300ഓളം കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ചെറുതും വലുതുമായിട്ടുള്ള നിരവധി കുട്ടികൾ ഇവിടെ ഉണ്ടാവും. ചെറിയ ചെറിയ കുട്ടികൾ ഇഷ്ടം പോലെ ഉണ്ട്. ഭയങ്കര ഒരു വിഷമമെന്ന് വെച്ചാൽ ഒരു ബെഞ്ച് പോലെ തന്നെ 6-7 കുട്ടികളൊക്കെയാണ് കാണുന്നത്. പിന്നെ നമ്മളെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ഇവിടുത്തെ പ്രിൻസിപ്പളാണ് ഇദ്ദേഹം. നമ്മളെ കേരളത്തിൽ വന്നതെന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് കുട്ടികൾക്കൊക്കെ. ഭയങ്കര ഇഷ്ടം വരിക നമ്മളെ കണ്ടപ്പോൾ തന്നെ. നമുക്കിത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം. എന്താ വെച്ചാൽ നമ്മൾ നാട്ടിലെ പ്രവർത്തകർ ഇവിടെ വന്ന് ഇതൊക്കെ ചെയ്യുമ്പോൾ ഒരു സന്തോഷമുണ്ട്. പിന്നെ ഇവിടുത്തെ കുട്ടികളുടെ വിദ്യാഭ്യാസം വളരെ പിന്നോക്കമാണ്. 20ഓളം വർഷം ബാക്കൊക്കെയാണ് ഇവർ നമ്മളെ സംബന്ധിച്ച് കൊടുത്തത്. ഇതൊക്കെ ഇവിടുത്തെ ഹോസ്റ്റലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. കുട്ടികൾക്ക് നിൽക്കാനുള്ള ചെറിയ ചെറിയ സെറ്റപ്പിലുള്ളൊരു ഹോസ്റ്റലും കാര്യങ്ങളൊക്കെയാണ്. നമ്മളെ കണ്ടപ്പോൾ വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും വേണ്ടിയിട്ട് നമ്മളടുത്തേക്ക് ഇറങ്ങി വന്നത് ക്ലാസ് റൂമിൽ നിന്ന്. സ്കൂൾ വിടാനുള്ള സമയമായിട്ടുമുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ ഗ്രാമം. നമ്മളെ ഇഫ്താറും കാര്യങ്ങളൊക്കെ ഫുൾ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ കുട്ടികളൊക്കെ ഇങ്ങനെ സൈഡിലും അങ്ങേ സൈഡിലൊക്കെ നിന്നിട്ട് നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവരൊക്കെ എന്ത് രസമാണ്, കുട്ടികളെ പാവം. അങ്ങനെ ഫുഡ് കാര്യങ്ങളൊക്കെ ഫുൾ സെറ്റാക്കിയിട്ട് നമ്മളിതാ എല്ലാവരും കഴിക്കാൻ തുടങ്ങി. അങ്ങനെ നോമ്പൊക്കെ പറഞ്ഞ് നമ്മൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ചെറിയ തോതിൽ ഫുഡ് അടിയൊക്കെ തുടങ്ങി. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി നാളെ കാണാം.